ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐറസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നമ്മുടെ കൊച്ചിലെ മുതലേക്ക് നമ്മൾ കഴിക്കുന്നതാണ്. ചൂട് ചോറും ഈ ചമ്മന്തിയായിട്ട് കഴിച്ചാൽ നമുക്ക് വേറെ ഒരു കറിയും നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 10-12 പീസ് വറ്റൽമുളക് ഞെട്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലിയാണ് ഈ ചമ്മന്തിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ടേസ്റ്റ് കിട്ടുന്നത് ഈ മല്ലിയിലാണ്. നമ്മൾ പൊടിച്ച മല്ലിപ്പൊടിയൊന്നും എടുക്കരുത്, ഇത് ഈ മല്ലി തന്നെ വേണം എടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ മല്ലി ഞാൻ എടുത്തിട്ടുണ്ട്, പച്ചമല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു 6-7 പീസ് ചെറിയ ഉള്ളി, ഒരു 4-5 പീസ് വെളുത്തുള്ളി, പിന്നെ ഒരു അല്പം പുളി, പിന്നെ ഇതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി വറ്റൽമുളകും മല്ലിയൊക്കെ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മല്ലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് മല്ലി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ മുളകും മല്ലിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ മുളകൊക്കെ തണുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാം ജാറിലിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അല്പം പുളിയൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട്, 1 സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ആദ്യം ഇട്ടങ്ങ് അരയ്ക്കണം. നമ്മുടെ ചമ്മന്തി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇത്രയും അരച്ചാൽ മതിയാവും. ഇനി നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉപ്പും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുളക് ചമ്മന്തി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പം നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നിടം വരെ ഓക്കെ, താങ്ക് യു.